എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എക്സാമൊക്കെ എല്ലാവർക്കും എളുപ്പമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ബുക്സ് എല്ലാം ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത ബുക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അതുപോലെ ആവശ്യമുള്ള ബുക്കുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ബുക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് നീറ്റാക്കി വയ്ക്കാം. പുതിയ ബുക്സൊക്കെ എങ്ങനെ നല്ല നീറ്റായിട്ട് ബൈൻഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമ്മുടെ സ്റ്റഡി കബോർഡ് നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുവൈറ്റിൽ ഈ ഫ്ലാറ്റിൽ എൻ്റെ കുട്ടികളുടെ ബെഡ്റൂം ഓർഗനൈസേഷനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളുടെ ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കബോർഡ് ആദ്യമേ നമ്മൾ വന്നപ്പോൾ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഒരു ഉപകാരമുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ട്, ഇതുപോലെയുള്ള ഒരു കബോർഡ് ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ പഴയ ബുക്കുകൾ വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ലാസ്റ്റത്തെ റോയിൽ ഞാൻ പഴയ ബുക്കുകളാണ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ട്ബുക്കുകളൊക്കെ നമുക്കെടുത്ത് മാറ്റാം. പഴയ ബുക്കുകൾ നമുക്ക് ആവശ്യമുള്ള മാത്സിൻ്റെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനത്തെ ബുക്കുകളൊക്കെ നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ബുക്കുകൾ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ബുക്കുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. പെട്ടെന്ന് ആവശ്യമില്ലാത്ത എപ്പോഴെങ്കിലും റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബുക്കുകൾ നമുക്ക് അതുപോലെ ലാസ്റ്റത്തെ റോയിൽ നമുക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ റോയിൽ ഞാൻ കുട്ടികളുടെ റെക്കോർഡ് ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ റെക്കോർഡ് ബുക്കുകളുണ്ട്, അതുപോലെ മോളുടെ റെക്കോർഡ് ബുക്കുകൾ, അങ്ങനത്തെ ഫസ്റ്റ് റോയിലിരിക്കുന്നതെല്ലാം അതുപോലെയുള്ള റെക്കോർഡ് ബുക്കുകൾ, അതുപോലെ റെഫറൻസ് ബുക്കുകൾ കേട്ടോ. അപ്പോൾ സയൻസിൻ്റെയൊക്കെ റെഫറൻസ് ബുക്കുകൾ അങ്ങനെയുള്ളതൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എടുക്കേണ്ട ചില ഫയലുകൾ അതും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കുകൾ പുതിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഞാനവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ പൊടി പിടിക്കാതെ സൂക്ഷിച്ച് വയ്ക്കാം. അതുപോലെ നമ്മൾ സാരി മേടിക്കുന്ന ഇതുപോലെയുള്ള ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഇല്ലേ, ഈ ഗിഫ്റ്റ് ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പെയിൻറ്റിങ് ടൂൾസുകൾ, പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ്, അതുപോലെ സ്കെച്ച് പെൻസ്, പെയിൻറ്റിങ് സാധനങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവിടെ നീറ്റായിട്ട് തന്നെ പൊടി പിടിക്കാതിരിക്കുകയും ചെയ്യും, കുട്ടികൾക്ക് എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം. സെക്കൻഡ് റോയിൽ മോൻ്റെ പുതിയ ബുക്കുകൾ കിട്ടിയേക്കുന്നതാണ്. അവർക്ക് ഇപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങുമല്ലോ, ഇവിടെ അങ്ങനെയാണല്ലോ, ഇവിടെ വെക്കേഷൻ ജൂൺ ജൂലൈയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് അവർക്ക് ബുക്കൊക്കെ കിട്ടി, അവർക്ക് ഏപ്രിൽ 1 തന്നെ ക്ലാസ് തുടങ്ങും. ഈ തേർഡ് റോയിൽ നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം പഴയ ബുക്കുകളാണ്, പഴയ നോട്ട് ബുക്കുകളാണ് ഞാനിവിടെ കൂടുതൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നോട്ട് ബുക്കിലൊക്കെ ഒരുപാട് ബാലൻസ് പേജ് ഉണ്ട്. അതുപോലെ തന്നെ മോനും മോളും തമ്മിൽ 1 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവരൊരു ക്ലാസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ പഴയ നോട്ട് നമുക്ക് എന്തെങ്കിലും റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പഴയ അവളുടെ നോട്ട്സ് ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ പേജും ഉണ്ട്, അപ്പോൾ നമുക്കതിൽ റഫ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആ ബുക്കുകൾ കളഞ്ഞില്ല. അപ്പോൾ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്നതെല്ലാം പഴയ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതുപോലെ എൻ്റെ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത് റെഫറൻസിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് ഫയലുകളിലെല്ലാം ഞാൻ എൻ്റെ കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ, ഇവരുടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ എടുക്കുന്നത് കാരണം നമുക്കതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ യൂസ്ഫുള്ളാവും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ വർക്ക്ഷീറ്റ്സ്, ഇതൊന്നും ഞാൻ കളയാറില്ല. അതെല്ലാം ഞാൻ ഓരോരോ ഫയലുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാനിവിടെ ഇംഗ്ലീഷ്, ഹിന്ദി ഡിക്ഷണറീസ്, അതുപോലെ ഗ്രാമർ ബുക്കുകൾ ഒന്നും തന്നെ കളയാറില്ല കേട്ടോ. ഓരോ വർഷങ്ങളിൽ കിട്ടുന്ന ഗ്രാമർ ബുക്കുകളും ഞാനിവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹിന്ദിയുടെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും. അതുപോലെ ഈ ഫയലിലാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെയൊക്കെ വർക്ക്ഷീറ്റ്, ഹിന്ദിയുടെയും വർക്ക്ഷീറ്റൊക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ മുതൽ, അതായത് ഒരു 8th 9th 6th 7th വർക്ക്ഷീറ്റ്, ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് നമുക്ക് കളയാറില്ല. കാരണം റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ എപ്പോഴും നമുക്ക് അത് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് മോളുടെ കബോർഡാണ്. അവളിപ്പോൾ സ്കൂളിൽ പോയേക്കുന്ന കാരണം പകുതി ബുക്ക് അവൾ കൊണ്ടുപോയേക്കാണ്. അപ്പോൾ അതുപോലെയുള്ള കബോർഡ് സെക്കൻഡ് റോയിൽ ഞാൻ മോൻ്റെയും മോളുടെയും ബുക്കുകളാണ് വെച്ചിരിക്കുന്നത്. ഇത് അവൻ്റെ ഷെൽഫാണ്, അവൻ്റെ പുതിയ ബുക്കുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബുക്കുകളൊക്കെ ഇനി ഒന്ന് ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇവളുടെ ബുക്കുകളൊക്കെ ഓൾറെഡി ബൈൻഡ് ചെയ്താണ്. ഇത് കണ്ടോ, ഇത് ബൈൻഡ് ചെയ്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടാൽ പറയുമോ? ഇത് അതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ പോലെയുള്ള നമ്മുടെ ആ ബ്രൗൺ കളർ ഷീറ്റ് ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കീറി പോവുകയും ചെയ്യും, ബുക്കുകളൊക്കെ പെട്ടെന്ന് കേടാവുകയും ചെയ്യും കേട്ടോ. ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു സ്റ്റിക്കർ പോലെയാണ്. അപ്പോൾ നമുക്കിത് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ
നല്ല നീറ്റായിട്ട് ബുക്ക് ഇരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്കിൽ ബാഗിൽ വെക്കുമ്പോഴും നല്ല ഒരു സ്പേസ് ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ കൊണ്ടു നടക്കാനും നല്ല സുഖമാണ്. പെട്ടെന്ന് ബുക്ക് ചീത്തയായി പോയേയില്ല കേട്ടോ. കണ്ടോ എത്ര നീറ്റായിട്ട് ഇരിക്കണം നോക്കി, നല്ല ഒതുങ്ങിയിരുന്നോളും ബുക്കുകളെല്ലാം. കണ്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് നമ്മൾ ബുക്ക് ബൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ബ്രൗൺ പേപ്പറിന് പകരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. ബുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ റൂമിൽ. അതുപോലെ തന്നെ ഇതുപോലെ ഒരു റൗണ്ട് ടേബിൾ ഉണ്ട്, ബാഗ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബാഗ് വയ്ക്കാം. അതുപോലെ തന്നെ സൺഡേ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ബാഗ് വയ്ക്കാം. പിന്നെ ഇതുപോലെയുള്ള ഒരു ബങ്ക് ബെഡാണ് അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളത്. ഒരു ലാഡറും ഉണ്ട്, ഇപ്പോൾ മുകളിലും താഴെയായിട്ട് അവർക്ക് കിടക്കാം. ഒപ്പം തന്നെ അവർക്കിരുന്ന് വർത്താനം പറയാം, ഒപ്പം തന്നെ പേടിയില്ലാതെ കിടക്കാം എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒരു റൂമിൽ തന്നെ എന്നാൽ വളരെ സൗകര്യമായിട്ട് നല്ല വീതിയുള്ള നല്ല ബങ്ക് ബെഡാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പേസിൽ അവർക്ക് കിടക്കാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ബങ്ക് ബെഡിൻ്റെ യൂസ്. അതുപോലെ നമുക്ക് റൂമിൽ ഒരുപാട് സ്പേഷ്യസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ OTG ഓവൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ഡസ്റ്റ്ബിന്ന് വെച്ചിട്ടുണ്ട്, അവരുടെ പെൻസിൽ ഷാർപ്പൻ വേസ്റ്റ് അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ തട്ടിൽ ഈ OTG ഓവന് വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, നമ്മുടെ കേക്ക് ഡെക്കറേറ്റിംഗ് സാധനങ്ങൾ, കേക്ക് ഡെക്കറേഷൻ ടേബിൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് നമ്മുടെ അയൺ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു നൈറ്റ് ലാമ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ബെഡ്റൂമിൽ ആവശ്യത്തിനുള്ള ലൈറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഓർഗനൈസേഷൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടും. അതുപോലെ തന്നെ നമ്മുടെ കുവൈറ്റിലെ ഫ്ലാറ്റിൻ്റെ ഒരു ഹോം ടൂറും നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികളുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ എങ്ങനെയാണ് ആ പേപ്പർ ബൈൻഡിങ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷീറ്റ്. ഇതിൻ്റെ പേര് ക്ലിയർ മൾട്ടി പർപ്പസ് സെൽഫ് അഡ്ഹീസീവ് ഫോയിൽ. ഇതിലൊരു 10 ഷീറ്റ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇതുപോലെയുള്ള ബ്രൗൺ പേപ്പറിനേക്കാളും എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ് ഈ മൾട്ടി പർപ്പസ് ഷീറ്റ്. അപ്പോൾ അതേ ഷീറ്റ് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ബുക്കാണോ കവർ ചെയ്യേണ്ടത് ആ ബുക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇനി പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ബുക്കിൻ്റെ ഫ്രണ്ട് വശം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ആ സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് മാറ്റാം. അപ്പോൾ അതാ കണ്ടോ, അതെ ഇത്രയും മാത്രമേ പോരുള്ളൂ കേട്ടോ. ഇത്രയും കണ്ടോ, കറക്റ്റായിട്ട് ഈ ഒരു സൈഡ് മാത്രമേ പോന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ നടുവിൽ ഇതുപോലെ ചെറിയ ഒരു പേപ്പറും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. കണ്ടോ, അപ്പോൾ ആ നടുവിലത്തെ ഭാഗമാണ് ബുക്കിൻ്റെ ആ അരികിൽ ഒട്ടിക്കാൻ വേണ്ടി വരേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ട, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബുക്ക് കറക്റ്റായിട്ടൊന്ന് ആ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും. അതെ, അത്രേ ഉള്ളൂ. കണ്ട, ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ സ്റ്റിക്കർ നമുക്കൊന്ന് പൊളിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഇതുപോലെ ഈ സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ 2 ഭാഗങ്ങൾ ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മടക്കി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ സൈഡിൽ നിന്നുള്ളതും നമ്മുടെ ആ കോർണറിലുള്ള പീസും ഒരു ചെറിയ പീസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ ആ കോർണറിൽ നിന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലേ മാത്രമേ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കോർണറിൽ നിന്നും കൂടെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതേ കണ്ടോ, ഇത്രയും ഭാഗം ഒന്ന് മാറ്റണം. കാരണം ആ ഒരു പോർഷൻ ഈ ബുക്കുമ്പിൽ കറക്റ്റായിട്ട് തന്നെ ഒട്ടിയിരിക്കുന്നത് കാരണം നമുക്ക് ഇതിലേക്ക് മടക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും നമ്മൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബുക്ക് ബൈൻഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നല്ല ബുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ശരിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബുക്കും കവർ ചെയ്തെടുക്കാം. അപ്പം 1 വർഷം വരെ ഒട്ടും കേടാകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. അപ്പം നമ്മുടെ ഇതുപോലെയുള്ള ബ്രൗൺ പേപ്പറിനേക്കാളും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഇരിക്കും.